ഹേ ഗായ്സ്, കഴിഞ്ഞ എപ്പിസോഡിൽ മൈനിങ് ഏരിയ ഉണ്ടാക്കി. ഓഫ് ക്യാമറ എടുത്ത് ഞാൻ ഡയമണ്ട് ലെവൽ വരെ മൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അയൺ ലെവൽ ഒരു എൻട്രൻസ് ഇട്ടുണ്ട്. അയൺ ലെവലല്ല അത്, അയൺ ലെവലിലേക്ക് ഞാൻ ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് ഇട്ടുണ്ട് മുകളിലേക്ക്. പിന്നെ ഞാൻ ഇവിടെ ഒരു കേവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കുറച്ചൊക്കെ ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇവിടെ നിറച്ച സ്ലൈം എപ്പോഴും സ്പോൺ ആവില്ല, ലൈറ്റ് വെച്ചാൽ സ്ലൈം സ്പോൺ ആവും. അതൊരു പ്രശ്നമാണ്. ഇവിടെ കുറച്ച് അയണൊക്കെ എടുത്തിട്ടുണ്ട്, കുറെ അയൺ എടുക്കാണ്ട്. പിന്നെ ഇവിടെ ഒരു ജിയോടുണ്ട്, അതൊന്നും എടുത്തിട്ടില്ല. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ എടുക്കാന്നുള്ള രീതിയിൽ നോക്കിയായിരുന്നു. അതൊക്കെ എടുക്കാം. ഇവിടെ കായാണ് ഇരിക്കുന്നുണ്ട് കുറെ. പിന്നെ മെയിനായിട്ട് വേറെ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളെ ഫസ്റ്റ് ഡയമണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ലാവ എത്ര ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് മൈൻ ചെയ്താ. അപ്പോൾ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. പിന്നെ അത് ഡയമണ്ട് ലെവൽ വരെ 54 വരെ തോന്നുന്നു, 54 വരെ കുടിച്ചിട്ടുണ്ട്. മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ സൈഡിൽ മാത്രം നമ്മൾ സ്റ്റയർ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട്. രാത്രി പിന്നെ നമ്മൾ ഈ പാത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ രാവിലെ കാണിച്ചുതരാം. കുറങ്ങട്ടെ ഞാൻ ആദ്യം. നമ്മളിവിടുന്ന് പാത്ത് മൈനിങ് ഏരിയ വരെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മാറ്റമില്ല. പിന്നെ ഇവിടെ കുറച്ച് മൈൻ ചെയ്ത് കിട്ടിയ സാധനങ്ങളൊക്കെ ഇതുണ്ട്. പിന്നെ ഒരു സ്റ്റാക്കും 18 അയണും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമുക്ക് ഈ എപ്പിസോഡിൽ ഫുൾ ഡയമണ്ട് ആർമറും ഒരു എൻചാൻറ്റിങ് ടേബിളും സെറ്റ് ചെയ്യണം. ആദ്യം ഈ അയണൊക്കെ സ്മെൽറ്റ് ചെയ്ത് കുറച്ച് പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് കോൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അടുത്ത് വെച്ചിട്ടുണ്ട്. 49 കോളുള്ളൂ. ആ കേവിലൊക്കെ കുറച്ച് കോൾ ഉണ്ടായിരുന്നു, അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതവിടെ ഇരുന്ന് സ്മെൽറ്റ് ആവട്ടെ. ഇപ്പോൾ കുറച്ച് സ്മെൽറ്റ് ആയിട്ടുണ്ട്, ഒരു 53 സ്മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചാൽ നമുക്ക് ടൂൾസൊക്കെ ഒന്ന് ഉണ്ടാക്കാം. ഒരു ഷീൽഡ് ഉണ്ടാക്കണം, എൻ്റെ ഷീൽഡ് പൊട്ടാറായി. ഇനി എക്സ്ട്രാ 2 പിക്കാക്സ് കൂടെ ഉണ്ടാക്കി. എൻ്റെ ഫുഡൊക്കെ ചെയ്യാറായി. ആദ്യം കുറച്ച് ഫുഡ് ഉണ്ടോ നോട്ടേട്ടാ. 39 അപ്പം ഇതും കൂടി കുക്കായിട്ട് നമുക്ക് പോവാം. സ്മെൽറ്റ് ആകുമ്പോഴത്തേനും കുറച്ചും കൂടി ഫുഡ് ഒപ്പിക്കാം. ഇപ്പം നമ്മളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഡയമണ്ട് ഒരു 35 തോന്നുന്നു, 35-40 അത്ര വേണം ഫുൾ ഡയമണ്ട് ആർമറും ടൂൾസും സെറ്റ് ചെയ്യാൻ. നമുക്ക് അവിടെ കിട്ടിയ ഡയമണ്ട് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഡയമണ്ട് കിട്ടുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാം. മൈൻ ചെയ്യാൻ പോയിട്ട് എൻ്റെ 10 പിക്കാക്സ് പൊട്ടി. എനിക്ക് കിട്ടിയത് വെറും 15 ഡയമണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ. ഞാൻ ആദ്യം എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ അതിൽ നിന്ന് ഫോർച്യൂൺ 3 കിട്ടുകയാണെങ്കിൽ ബാക്കി മൈൻ ചെയ്യാൻ പോവാം. എൻചാൻറ്റ് ടേബിൾ ഉണ്ടാക്കാൻ 45 ലെതർ വേണം. എൻ്റെ 34 ലെതർ ഉണ്ട്. അപ്പോൾ ബാക്കി ലെതറും കൂടെ ഒപ്പിക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ലെതറൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു 45 മതി, എന്നാലും ഞാനൊരു 50 ഒപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 135 പേപ്പർ വേണം. അതിന് നമുക്ക് 405 ഷുഗർ കെയിൻ വേണം. അത് ഏതാണ്ട് ഒരു 6 സ്റ്റാക്ക് അടുപ്പിച്ച് വരും. നമുക്ക് അത് ഒപ്പിക്കാൻ നോക്കാം. എൻ്റെ പെട്ടിയിൽ കുറച്ച് ബോൺ മീലൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് പറ്റണത് അത്ര ഒപ്പിച്ചിട്ട് ബാക്കി എങ്ങനെയായാലും ഒപ്പിക്കാൻ നോക്കാം. 13 ബോൺ മീലുണ്ട്. ഇതിൽ നിന്ന് ഒരു സ്റ്റാക്കും 16 കിട്ടിയിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ കുറച്ചുണ്ട്, അതൊക്കെ പൊട്ടിച്ചെന്ന് എത്ര കിട്ടും നോക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഷുഗർ കെയിനൊക്കെ വലുതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് എത്ര ഉണ്ടെന്ന് നോക്കാം. ഒരു 2 സ്റ്റാക്കും കൂടി വേണമായിരുന്നു. ഇത് അവിടെ കുറച്ച് ഷുഗർ കെയിൻ ഇരിക്കുന്നുണ്ട്. ഞാനൊന്നുകൂടെ പോവാത്ത സ്ഥലത്തൊന്ന് റൗണ്ട് അടിച്ച് നോക്കട്ടെ. 2 സ്റ്റാക്കും കൂടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതും കൂടി ഒപ്പിച്ചിട്ട് നിങ്ങളോട് ഞാൻ പറയാം. നമ്മൾ കറങ്ങിത്തിരി നമ്മുടെ സ്പോൺ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം വെച്ച ക്രാഫ്റ്റ് ടേബിൾ അത്.
6 സ്റ്റാക്ക് ഷുഗർ കേൻ അങ്ങനെ ഒപ്പിച്ചിട്ടുണ്ട്. ഇതും കൂടി എടുത്തിട്ട് വീട്ടിൽ പോവാം. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് എൻജാനിങ് ടേബിൾ ഉണ്ടാക്കാം. അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എൻജാനിങ് ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കണം. ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വില്ലേജിൻ്റെ അടുത്തൊരു ലാവ പൂൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഒബ്സീഡിയൻ ആക്കിയിട്ട് അവിടുന്ന് 2-3 ഒബ്സീഡിയൻ ഒപ്പിച്ചിട്ട് വരാം. ഇതായിരിക്കണം നമുക്ക് ഒബ്സീഡിയൻ ആക്കാതെ. ആദ്യം തന്നെ പോയി. ഓക്കെ, ഇപ്പൊ നമ്മുടെ എൻചാന്റിങ് ടേബിൾ ഉണ്ടാക്കാം. അപ്പൊ എൻചാന്റിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെയാണ് എൻചാന്റ് ടേബിൾ വെക്കാൻ സ്ഥലം സെറ്റ് ആക്കിയേക്കാണ്. അപ്പോൾ എൻചാന്റ് ടേബിൾ വെക്കാം ഇവിടെ. ഇന്നൊക്കെ ബുക്ക് ഷെൽഫ് ഉണ്ടാക്കിയിട്ട് ചുറ്റിനും വെക്കാം. എത്ര വുഡ് ഉണ്ട് എൻ്റെ കയ്യില്? ഉള്ള വുഡൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാൻ നോക്കാം. വുഡിന് വേണമെങ്കിൽ ഞാൻ പോയിട്ട് പൊട്ടിച്ചിട്ട് കൊണ്ടുവരാം. പേപ്പർ മൊത്തം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബുക്കൊക്കെ. അപ്പൊ വുഡ് തികയില്ല. അപ്പൊ ഞാൻ കുറച്ചും കൂടി വുഡ് ഒപ്പിച്ചിട്ട് വരാം. ഒരു 20 എണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ഇപ്പൊ നമ്മള് ഫുൾ ബുക്ക് ഷെൽഫ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫോർച്യൂൺ 3 ആണ് നമുക്ക് വേണ്ടത്. അത് കിട്ടുമോ നോക്കാം. സിൽക്ക് ടച്ച് ആണ് കിട്ടിയത്. അപ്പോൾ സോഡ് വെച്ചിട്ട് ഞാൻ ഒന്ന് എൻജായ് ചെയ്തിട്ടുണ്ട്. അൺബ്രേക്കിംഗ് 3 ഉണ്ട്. നമുക്കൊന്ന് ലെവൽ 38 വരാം. ഇപ്പോൾ ഫോർച്യൂൺ 3 കിട്ടുമോ നോക്കാം. ഇല്ലടാ, ഇത് നമുക്ക് വേണ്ട. നമുക്ക് ഒരു ഗ്രൈൻ സ്റ്റോൺ ഉണ്ടാക്കിയിട്ട് ഡിസെൻചാൻറ്റ് ചെയ്യാം. നമുക്കിതിപ്പോ ഇവിടെ നോക്കിയിട്ടുണ്ട് ഞാൻ. ഇനി എന്തിട്ട് കിട്ടാൻ നോക്കാം നമുക്ക്. എഫിഷ്യൻസി 4 ഒന്നുകൂടി ലെവൽ ഒപ്പിച്ചിട്ട് വരാം. ഞാനൊരു കുതിരേനെ ടൈം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ ഒപ്പിച്ചിട്ട് ഇവനിട്ട് കൊടുക്കാം. ഹായ് ബ്രോ, ഹായ്. ഇവന്റെ സ്പീഡ് അങ്ങനെയൊന്നും അറിയില്ല, പക്ഷെ ഇവനാണിപ്പോ നമ്മുടെ പെറ്റ്. ഇനി എന്താ കിട്ടാൻ നോക്കാം. ഇപ്പം ഫോർച്യൂൺ 3 കിട്ടിയ നന്നായി. എഫിഷ്യൻസി 4 മാത്രം. ഫോർച്യൂൺ 3 ലെവൽ ഒപ്പിച്ചിട്ട് വരാം. ഇപ്പം 30 ലെവലായിട്ടുണ്ട്. നമുക്ക് ആ ഫോർച്യൂൺ 3 എടുത്തിട്ട് മൈനിങ്ങിന് പോവാം. ഫോർച്യൂൺ 3 തന്നെയല്ലേ? ഫോർച്യൂൺ 3 മാത്രമല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പിക്കാക്സ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഫുഡും സാധനങ്ങളൊക്കെ ഒന്ന് പെട്ടി വെച്ചിട്ട് ഞാൻ മൈനിങ്ങിന് പോവാം. നമുക്ക് ഇപ്രാവശ്യം -54 കുളിക്കാണ്ടേ -57 കുളിച്ച് നോക്കാം. ഇങ്ങോട്ട് കുളിക്കാം. ബെസ്റ്റ് ഇങ്ങോട്ട് തന്നെ കുളിച്ച് നോക്കാം. ഇനി ആവശ്യമുള്ള ഡയമണ്ടൊക്കെ കിട്ടിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പൊ മൈനിങ് കഴിഞ്ഞിട്ടുണ്ട്. മോളിലെത്തിയിട്ട് കാണിച്ചു തരാം എത്ര എണ്ണം കിട്ടിയെന്ന്. ഇവനെന്ത് തീർക്കട്ടെ, എന്നിട്ട് ഞാൻ എത്ര ഡയമണ്ട് കിട്ടിയെന്ന് പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞ പോലത്തെ മൈനിങ് അല്ല, ഇത് സക്സസ്ഫുൾ മൈനിങ് ആയിരുന്നു. നമുക്ക് ആവശ്യമുള്ളതിനാട്ടിയും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. 58 ഡയമണ്ട് നമുക്ക് മൈൻ ചെയ്തപ്പോൾ കിട്ടി. 10 എണ്ണം നമ്മുടെ ആദ്യത്തെ മൈനിങ്ങിൽ കിട്ടിയതാ. അപ്പൊ അതും കൂടി കൂട്ടിയ ഒരു സ്റ്റാക്കും 4 എണ്ണമായിട്ട്. ഇപ്പൊ നമുക്ക് ഇതുകൊണ്ട് വേഗം ആർമറും ടൂൾസ് ഒക്കെ ഉണ്ടാക്കാം. സോഡ്, ആക്സ്, പിക്കാക്സ്, ഷവല്, ഈ ആർമർ, ഹെൽമെറ്റ്, ബൂട്ട്. എത്ര ഡയമണ്ട് വേണം നോക്കാൻ. 3 ഡയമണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കേ, അപ്പൊ ഇത് നമുക്ക് പോയി ഇട്ട് നോക്കാം.
നമ്മൾ ഫുൾ ഡയമണ്ട് ആർമറും ഫുൾ ഡയമണ്ട് ടൂൾസും അതിൻ്റെ. ഞാനൊരു കുതിരേനെ ഞാൻ കുഴിയിലിട്ടുണ്ടായിരുന്നല്ലോ, അതിനൊരു സാഡിൽ ഉണ്ടാക്കണം. അവനക്ക് എത്ര സ്പീഡ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഒന്ന് ഓടിച്ചു നോക്കാം നമുക്ക് ആദ്യം. അതിൻ്റെ ഉള്ളിൽ ഇല്ലയാടെ. ആ ഉണ്ട്. ഇറങ്ങി വേടാ മോനെ. ആ കുഴപ്പമില്ലാത്ത സ്പീഡുണ്ട്. കുഴപ്പമില്ലാത്ത സ്പീഡുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം. പിന്നെ ചെറിയ എപ്പിസോഡായി എന്നറിയാം. ഈ എപ്പിസോഡിൽ വലിയ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നറിയാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഞാൻ ഇവനൊരു വീടൊക്കെ സെറ്റ് ആക്കണം. പിന്നെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് നെതറേ പോകണം. അപ്പോൾ ഈ എപ്പിസോഡ് ഇത്ര ഉള്ളൂ. അടുത്ത എപ്പിസോഡ് കാണാം.